എന്താല്ലേ, എന്തായാലും നല്ല ഒരു കാര്യമായത്. അതൊക്കെ ആളുടെ ഭാഗ്യം. ആള് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കടാക്ഷിച്ചേക്ക് അതിന് വേണ്ടി. നിങ്ങൾ അറിഞ്ഞാ നമ്മുടെ സജ്ജേട്ടന് 1 കോടി ലോട്ടറി അടിച്ചടാ? അത് സത്യം, സത്യമായിട്ടും. അപ്പൊ ചേർന്നില്ലേ സജിക്ക് ലോട്ടറി അടിച്ചടാ 1 കോടി? ആളെ നമ്മള് ഒന്ന് രക്ഷിച്ചോടണോ? ആളെ ആത്മഹത്യ ചെയ്യാൻ പോയതല്ലേ അവിടെ. കുറച്ച് പൈസ തരാണ്ടാള് നമ്മള് എന്തേലും ഉഷാറാക്കും. ആള് മുങ്ങും, ആള് മുങ്ങും. ചേട്ടാ ഹായ്. ലോട്ടറി അടിച്ചു പറഞ്ഞിട്ട് ലോട്ടറി അടിച്ചു. എന്ത് വൈകിട്ട് ഇറങ്ങി? വൈകിട്ട് ചെയ്യിക്കുക കുറെ ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടോ? പുതിയ വണ്ടി കൊടുത്തു. കാര്യം മറക്കില്ലട്ടോ. ഞാനൊരു തൽക്കാലം പറ്റി അവിടുന്ന് പലകിടന്ന അരി സാധനങ്ങൾ എന്താ വെച്ചാൽ മേടിക്കേ, എന്നിട്ട് പിന്നെ നമുക്ക് പറയാം. മേടിക്കണ അപ്പൊ തൽക്കാലം മേടിച്ച് പോ പറയുന്നത് കേട്ടു. കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആളടുത്ത് പൈസ വെച്ചിപ്പോ ആളിപ്പോ വലിയ കാറൊക്കെ ഇങ്ങനെ നടക്കുക. നമ്മളെ ആകെ ബുദ്ധിമുട്ടി. ചോദിച്ച പൈസ തന്നില്ല. ഭയങ്കര ടെൻഷനാണ് നടക്കണത്. ഒന്നും കാര്യമില്ല. നേരെ ഇവിടുന്ന് റോൾ ചെയ്യാൻ പറ്റായകല്ല. പക്ഷെ നമ്മളെ കൂട്ടുകാരന്മാര് അങ്ങനെയുള്ള രീതിയിലല്ല നടക്കുന്നത്. ചോദിച്ചപ്പോ ആളിപ്പോ വേറെ ലെവലായി. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യം അതിന്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യം, സജിയേട്ടന് 1 ലക്ഷം 1 കോടി അടിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. നിങ്ങൾ രക്ഷിച്ചു കൊടുന്നു. പക്ഷെ നിങ്ങൾ ഈ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ ഈ കള്ളു കുടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ നടക്കുക കാരണം കൊണ്ട് നീ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നീ പോലും അറിഞ്ഞിട്ടില്ല. നിന്റെ ഫാമിലിയിൽ പോയി ചോദിക്ക്. നിന്റെ അക്കൗണ്ടില്, നിന്റെ ഫാമിലി അക്കൗണ്ടില് 5 ലക്ഷം രൂപ ഇട്ടിട്ട് എന്റെ ബാധ്യത ഉള്ളത് തീർത്തിട്ടാ വന്നേക്കണ സജി. അതെ. നിങ്ങളെന്താ വിചാരിച്ച്? നിനക്കുണ്ട് നിന്റെ ബാധ്യത ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ വണ്ടർ അടവ് പറ്റിയത് ഫിനാൻസ് വരില്ല എന്നൊക്കെ നിന്റെ വീട്ടിലേക്ക്. അത് തീർത്തിട്ടാ വന്നേക്കണത്. വിശ്വസിക്കാൻ പറ്റില്ലേ? വിശ്വസിച്ചു. ഞാനാ പറയണത്, ഞാൻ വെറുതെ പറയണതല്ല. ചേട്ടോ ഒന്നും പറഞ്ഞില്ലല്ലേ? മക്കളല്ലേ. എന്തായാലും കൂട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. അവൻ എല്ലാ കാര്യങ്ങളും പിന്നെ പറഞ്ഞല്ലോ. അതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. അത് നമുക്ക് അതാണ് നമ്മള് ചേർത്ത് പിടിക്കും. ഓക്കെ, വീട്ടുകാർക്കൊക്കെ സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. സന്തോഷമായി.